ഹലോ ഗായ്സ്, ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വിഷു സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വ്ലോഗ്. രാവിലെ ഒരു 5 മണി 5:30 ആയപ്പോൾ എണീറ്റ് ഞങ്ങൾ കണി കണ്ടു. ഞാൻ ആദ്യം അമ്മ കണ്ണടക്കിയെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ അറിയാതെ കണ്ണ് തുറന്നു പോയി. ചെറുതായിട്ട് ഞാൻ അമ്മയുടെ മുഖമാണ് കണ്ടത്. പക്ഷെ അപ്പോൾ തന്നെ ഞാൻ കണ്ണടച്ചു കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട്. അടുത്ത് ഞങ്ങളുടെ പരിപാടി പടക്കം പൊട്ടിക്കലായിരുന്നു. പക്ഷേ ഒരു കുറച്ച് പടക്കം പൊട്ടിച്ചുള്ളൂ. 2 പടക്കം പൊട്ടിച്ചിട്ട് ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങി. കാരണം ഉറക്കം വന്നിട്ട് വയ്യായിരുന്നു. ഉറക്കപ്പിച്ചിൽ എണീറ്റ് പടക്കം പൊട്ടിക്കാനുള്ളൊരു ശേഷി ഞങ്ങൾക്ക് ഉണ്ടായില്ല. ഉറക്കം കഴിഞ്ഞ് എണീറ്റ് ഞങ്ങൾ കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ ആദ്യം പോയത് കുടുംബക്ഷേത്രത്തിലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് പൂർണ്ണത്രേശൻ്റെ അവിടെയാണ്. ഇവിടെ പിന്നെ പറയണ്ടല്ലോ, നമ്മൾ എക്സ്പെക്റ്റഡ് ആയിരുന്നു ഇത്രയും തിരക്കുണ്ടാവും എന്നുള്ളത്. നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾക്ക് തൊഴാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല, ചുറ്റമ്പലത്തിൽ തൊഴുതിട്ട് പോകാം എന്നുള്ള മൈൻഡിലാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അകത്ത് കയറിയപ്പോഴേക്കും തൊഴാനുള്ള ക്യൂ ചെറുതായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സുഖമായിട്ട് തൊഴാൻ പറ്റി. ഇതിന് മുന്നേയൊക്കെ പല തവണ പ്ലാൻ ചെയ്ത് തൊഴാൻ വേണ്ടി ആഗ്രഹിച്ച് വന്നപ്പോഴൊന്നും തൊഴാൻ പറ്റിയിട്ടില്ല. അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാവരും ഫോട്ടോ എടുക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലെത്തി ഞങ്ങൾ ഫസ്റ്റ് കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. കാരണം നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ പരിപാടിയായ ഫോട്ടോഷൂട്ട് പരിപാടികളിലേക്ക് ഞങ്ങൾ കടന്നു. എന്തായാലും നമ്മൾ ഇത്ര ഉടുത്തൊരുങ്ങിയതല്ലേ, അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ. ഗൈസ്, നമുക്ക് എന്തൊക്കെ കറികൾ റെഡിയായി നോക്കാം. അവിയൽ റെഡി ആയിട്ടുണ്ട്, സാമ്പാർ റെഡി ആയിട്ടുണ്ട്, പിന്നെ നമ്മുടെ മെയിൻ മാമ്പഴക്കൂട്ടാൻ, വിഷുവിൻ്റെ മെയിൻ ആയിട്ടുള്ള മാമ്പഴക്കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്, പിന്നെ പായസം, പിന്നെ അച്ചാറുകൾ, പുളിയിഞ്ചി, കാളൻ, ഇതൊക്കെ നമ്മൾ വാങ്ങുക ചെയ്തത്. അച്ചാർ കൂടിയിട്ടതാണ്. ഇത് മൂന്നും നമ്മൾ വാങ്ങുകയാണ് ചെയ്തത്. ചോറും റെഡി ആയിട്ടുണ്ട്. ജ്യൂസ് അടിക്കാൻ വേണ്ടി ഇങ്ങനെ മാമ്പഴം ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇല മുറിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇല മുറിച്ച് കഴിഞ്ഞ് വന്ന് മാമ്പഴ ജ്യൂസും കുടിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും സദ്യ കഴിക്കേണ്ട ടൈമായിട്ടുണ്ടായി. ഇവിടേക്ക് ആദ്യമേ സദ്യ കഴിക്കുന്നതിന് മുന്നേ നമ്മൾ ഒരു ഇല വീതി വെക്കും, കാർന്നോന്മാർക്ക് വീതി വെക്കും. ശരിക്കും ഞങ്ങളുടെ ഇവിടെ വിഷുവിന് നോണാണ്. പക്ഷേ ഇത്തവണ ഞങ്ങൾ വെജ്ജാണ് വെച്ചത്. വീതി വെച്ച സമയത്ത് ഞങ്ങൾ വെജ് മാത്രമേ വെച്ചുള്ളൂ. പക്ഷേ കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈയും കൂടി ഉണ്ടായിരുന്നു. സദ്യ കഴിച്ച് കഴിഞ്ഞ് പായസം കുടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഫ്ലാറ്റായി. പിന്നെ വേറെ ഒന്നിനുള്ള ഒരു ആവത് ഉണ്ടായില്ല. നേരെ പോയി കിടന്ന് ഉറങ്ങുക ചെയ്തേ. ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോഴേക്കും ചക്ക പൊളിച്ചു. എനിക്ക് ചക്ക എന്നുള്ള സാധനം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ തന്നെയാണ് ആ ചക്കയുടെ പകുതിയും കഴിച്ചത്. പിന്നെ രാത്രി വീണ്ടും കുറച്ച് നേരം പടക്കമൊക്കെ പൊട്ടിച്ച് അങ്ങനെ എല്ലാ പടക്കവും പൊട്ടിച്ച് തീർത്തു. അപ്പോഴാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നത്. അത് കഴിഞ്ഞ് കുറേ നേരത്തേക്ക് ഞങ്ങൾക്ക് കറണ്ട് ഉണ്ടായില്ല. ആ ടൈമിൽ ഞങ്ങൾക്ക് വീട്ടിലിരുന്ന് ബോറടിച്ച് ചൂടെടുത്തിട്ട് വയ്യായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊന്ന് പുറത്ത് കറങ്ങാൻ പോയി. വന്ന വഴി ഐസ്ക്രീമും വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു കുട്ടി വിഷു വ്ലോഗ് എന്ന് പറയണത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.